കയ്യിലുണ്ടായിരുന്ന KGF സ്വർണം മുഴുവൻ കടലിൽ പോയതിനാൽ റോക്കി ഇനി അങ്ങോട്ട് പണിയെടുത്തു ഇവിടെ തന്നെ കൂടാൻ തീരുമാനിച്ചു. അതിനായി ആദ്യം കടലിൽ പോയി മീൻ പിടിക്കാൻ തീരുമാനിച്ചെങ്കിലും ഒരിക്കൽ മുങ്ങിപ്പോയതിന്റെ ക്ഷീണം മാറാത്തതിനാൽ കരയിൽ തന്നെ മീൻ വിൽപ്പന നടത്താൻ തീരുമാനിച്ചു. അങ്ങനെ സുധാകരക്കുറുപ്പിനോട് പൈസ കടം വാങ്ങി റോക്കി മീൻ കച്ചവടം ആരംഭിച്ചു. ഒരു ചെറിയ ഷോപ്പ്, അതായിരുന്നു തുടക്കം. അയല, മത്തി, അയക്കൂറ, ചെമ്മീൻ എല്ലാം റോക്കി വിൽക്കുമായിരുന്നു. ഫ്രഷ് മീൻ പ്രങ്കയും ഷാജി പാപ്പനും പിടിച്ചുകൊണ്ടുവരും. റോക്കി അത് വിൽക്കും. നല്ല കച്ചവടക്കാരനായ റോക്കി കുറച്ച് സമയം കൊണ്ട് തന്നെ വലിയ AC ഒക്കെയുള്ള മീൻ കട തുടങ്ങി. കച്ചവടം പച്ചപിടിച്ചപ്പോൾ ആദ്യ ഭാര്യ മരിച്ചതിന്റെ സങ്കടമൊക്കെ മാറിയ റോക്കി ഒന്നുടെ പെണ്ണ് കിട്ടിയാളോ എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് അവൾ കടന്നുവരുന്നത്. കടലിന്റെ തണുത്ത കാറ്റിന്റെ മറവിൽ റോക്കി അവളെ കണ്ടു. പിന്നെ ഒന്നും നോക്കിയില്ല. അവളുടെ അച്ഛനെ കണ്ട് സംസാരിച്ച് അവളെ ഇന്ന് കെട്ടി. തിരമാലകളോടൊപ്പം സമയം കടന്നുപോയി. ശാന്തി, റോക്കിയുടെ ഭാര്യ പ്രസവിച്ചു ഒരു പെൺകുഞ്ഞിനെ. ശാന്തി എന്ന പേര് റോക്കി തന്നെ അവൾക്ക് വെച്ചു. അങ്ങനെ ജീവിതം നല്ല രീതിക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ബെല്ലാരി രാജ എന്നറിയപ്പെടുന്ന ഒരുത്തൻ റോക്കിയുടെ കടയ്ക്ക് തീവെക്കുന്നത്. ഇതറിഞ്ഞ റോക്കിയും രംഗയും ഷാജിയും ബെല്ലാരി രാജയുടെ അടുക്കലേക്ക് ചെന്നു. പക്ഷെ അവിടെ കണ്ടത് ഞെട്ടിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു.